രാജ്യത്ത് പാചകവാതക പ്രതിസന്ധി രൂക്ഷം. ബംഗളൂരുവിൽ 25% ഹോട്ടലുകൾ അടച്ചു. സംസ്ഥാനത്ത് വാണിജ്യ സിലിണ്ടറുകളുടെ പ്രതിസന്ധി രൂക്ഷമായതോടെ നിരവധി ഹോട്ടലുകൾ അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. സ്കൂളുകളിൽ വിറകടുപ്പ് ഉപയോഗിക്കാൻ സർക്കാർ അനുമതി നൽകി. വിവരങ്ങളുമായി ശ്രീജിത്താണ്. എന്ന രീതിയിലുള്ള ചിന്തകളും ചർച്ചകളുമായി രംഗത്ത് വരുന്നു. ആ പശ്ചാത്തലത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ റഷ്യയിൽ നിന്നും കൂടുതൽ LPG ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ എത്തിക്കാനുള്ള ശ്രമവും ഇപ്പോൾ നടക്കുന്നുണ്ട്. അങ്ങനെ പല ശ്രമങ്ങൾ നടക്കുമ്പോഴും ഒരു ഭാഗത്ത് ഈ ക്ഷാമം രൂക്ഷമായിരിക്കുന്നു. മറ്റൊരു കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു നടപടി കരിഞ്ചന്തകളും അതോടൊപ്പം തന്നെ പൂഴ്ത്തിവെക്കുന്നതും കണ്ടെത്താനായി സംസ്ഥാന സർക്കാരുകൾക്ക് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ ആരുടെയെങ്കിലും ഭാഗത്ത് നിന്നും ഒരു പ്രവർത്തനം ഉണ്ടാകുകയാണെങ്കിൽ അവർക്കെതിരെ കർശനമായ നടപടി എടുക്കുക. അങ്ങനെ കണ്ടെത്തുകയാണെങ്കിൽ അത് പിടിച്ചെടുക്കാനുള്ള നിർദ്ദേശവും കേന്ദ്ര സർക്കാർ നൽകുന്നു. ഈ രൂക്ഷമായ ഈ ക്ഷാമം, ഈ LPG ക്ഷാമം മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരളത്തിൽ ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളിലും 2 ദിവസത്തിനകം തന്നെ പല ഹോട്ടലുകളും പൂർണ്ണമായി തന്നെ അടച്ചുപൂട്ടേണ്ട അവസ്ഥ വരുമെന്ന് ഈ ഹോട്ടൽ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉടമകൾ വ്യക്തമാകുന്നു. സംസ്ഥാന സർക്കാരും ഇതിൽ ജാഗ്രത പാലിക്കുന്നുണ്ട്. പക്ഷേ ഈ രൂക്ഷമായ അവസ്ഥ അത് വീടുകളിലേക്കും കടന്നു വരികയാണെങ്കിൽ നമുക്കറിയാം അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകും. ആ യുദ്ധം ഓരോ വീട്ടിലേക്കുമാണ് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷം രൂക്ഷമായതോടെ ഹോർമൂസ് കടലിടുക്ക് അടച്ചതോടെയാണ് ഇപ്പോൾ രാജ്യത്ത് പാചകവാതക പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്നത്. ബംഗളൂരിൽ 25% ഹോട്ടലുകൾ അടച്ചുപൂട്ടിയിരിക്കുന്ന എന്നൊരു വിവരമാണ് പുറത്തുവരുന്നത്. എന്തായാലും സംസ്ഥാനത്ത് വാണിജ്യ സിലിണ്ടറുകളുടെ പ്രതിസന്ധി രൂക്ഷമായതോടെ നിരവധി ഹോട്ടലുകൾ ഇപ്പോൾ അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിയിരിക്കുകയാണ്. എന്തായാലും സ്കൂളുകളിൽ വിറകടുപ്പൊക്കെ ഉപയോഗിക്കാനാണ് ഇപ്പോൾ സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ശ്രീജിത്താണ്. പശ്ചിമേഷ്യൻ യുദ്ധം 13ാം ദിവസത്തിലേക്ക് കടന്നതോടെ ഇന്ത്യക്ക് ആശ്വാസ വാർത്ത. ഇന്ത്യൻ കപ്പലുകൾക്ക് ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകാൻ ഇറാൻ അനുമതി നൽകി. ക്രൂഡ് ഓയിലും പാചകവാതകവുമായി 2 കപ്പലുകളെ കടന്നുപോകാൻ ഇറാൻ അനുവദിച്ചു. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ഹോർമൂസ് അടച്ചതിന് പിന്നാലെ കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം തുടരുന്നതിനിടെയാണ് ഇന്ത്യക്ക് ഇളവ്. പുഷ്പക്, പരിമൾ എന്നീ 2 കപ്പലുകളെയാണ് ഇറാൻ കടത്തിവിട്ടത്. ഹോർമൂസിൽ ഇന്ത്യൻ കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നതായും റിപ്പോർട്ടുകളുണ്ട്. പശ്ചിമേഷ്യയിലെ യുദ്ധം ഇപ്പോൾ 13ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇപ്പോൾ ഈ ഒരു പശ്ചിമേഷ്യയിലുണ്ടായ ഈ സംഘർഷം ഇന്ത്യ ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളെല്ലാം വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇന്ത്യക്കൊരു ആശ്വാസ വാർത്തയാണ് വരുന്നത്. ഇന്ത്യൻ കപ്പലുകൾക്ക് ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകാൻ ഇറാൻ അനുമതി നൽകിയിരിക്കുന്നു എന്നൊരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ക്രൂഡ് ഓയിലും പാചകവാതകവുമായി 2 കപ്പലുകളെ കടന്നു പോകാനാണ് ഇപ്പോൾ ഇറാൻ അനുവദിച്ചിരിക്കുന്നത്. സംഘർഷങ്ങളെ തുടർന്ന് ക്രൂഡ് ഓയിലിന്റെ വില കുത്തനെ ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ രാജ്യത്തൊട്ടാകെ പാചകവാതക പ്രതിസന്ധിയും ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസ വാർത്ത തന്നെയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇന്ത്യൻ കപ്പലുകൾക്ക് ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകാൻ ഇപ്പോൾ ഇറാൻ അനുമതി നൽകിയിരിക്കുകയാണ്. ക്രൂഡ് ഓയിലും പാചകവാതകവുമായി 2 കപ്പലുകളെ കടന്നുപോകാനാണ് ഇപ്പോൾ ഇറാൻ അനുവാദം നൽകിയിരിക്കുന്നത്. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയുമായി നടത്തിയ ചർച്ചയിലാണ് ഇപ്പോൾ ഒരു നിർണായകമായ തീരുമാനമുണ്ടായിരിക്കുന്നത്. എന്തായാലും ഹോർമൂസ് അടച്ചതിന് പിന്നാലെ കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം തുടരുന്നതിനിടെയാണ് ഇന്ത്യക്ക് ഇങ്ങനെ ഒരു ഇളവ് നൽകിയിരിക്കുന്നത്. എന്തായാലും പുഷ്പക്, പരിമൾ എന്നീ 2 കപ്പലുകളെയാണ് ഇറാൻ കടത്തിവിട്ടിരിക്കുന്നത്. ഹോർമൂസ് ഇന്ത്യൻ കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നതായും ഇപ്പോൾ റിപ്പോർട്ടുകളുണ്ട്. ആലപ്പുഴ പള്ളാത്തുരുത്തിയിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച്